ഒരു ദിവസം എല്ലാം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഞാനിതിൽ കോർത്തിട്ടതാണ് ഈ ലോക്കറ്റ്. കരീം സാഹിബ് തന്ന സൈനൈഡാണ് ഇതിനകത്ത്. മരണം. നാട്ടിൽ എന്തിനായിരുന്നു ജയിലിൽ പോയത്? ഞാനും കൃത്യബോധത്തോടെ അമ്പലത്തിൽ ജോലി ചെയ്തവനായിരുന്നു. നിത്യവും ശുദ്ധ മനസ്സോടെ ദേവനെ ധ്യാനിച്ച് പൂജ ചെയ്തവനായിരുന്നു. എന്നിട്ടും ആ ദേവന്റെ മുതൽ ഞാൻ അപഹരിച്ചു എന്നവർ കള്ളക്കേസുണ്ടാക്കി. എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ മർദ്ദിച്ചു. കോടതി മുറിയിൽ വെച്ച് എന്നെ, എൻ്റെ കുടുംബത്തെ, ബ്രാഹ്മണ്യത്തെ മുഴുവൻ അവർ പുച്ഛിച്ചു, പരിഹസിച്ചു, ആർത്തു വിളിച്ചു. Your Honor, the accuser is insulting the court. No, Your Honor. I am answering his questions. By asking questions against my God? Yes, അതെ. നിങ്ങൾ നേടിയ നിയമവിരുദ്ധത്തിന്റെയും അന്യരുടെ കേസ് വാദിക്കാനുള്ള അധികാരത്തിന്റെയും ചിഹ്നമല്ലേ ഈ കറുത്ത കോട്ട്? ഇവിടുത്തെ വസ്ത്രധാരണ രീതിക്കും കാലാവസ്ഥയ്ക്കും യോജിച്ചല്ലേ ഈ കോട്ട്? എന്നിട്ടും ചോദ്യം അതല്ല. ഈ പൂണൂലിനെ പറ്റിയാണെങ്കിൽ 7ാമത്തെ വയസ്സിൽ ഞാൻ കണ്ടെത്തിയ ഗുരുവിന്റെ ഓർമ്മയ്ക്കായി ഓതിപ്പടിച്ച വേദാധ്യയനത്തിന്റെ ചിഹ്നമായി ധരിക്കുന്നതാണിത്. ഞാൻ യജൂർ വേദിയാണ്. നിങ്ങൾ ഏത് വേദിയാണെന്ന് ഇവിടെ ആരും അന്വേഷിക്കില്ല. ഈ നാടിന്റെ ചരിത്രം, സംസ്കാരം, പാരമ്പര്യം ഇതെല്ലാം അറിയാൻ ആർക്കാണ് ഇവിടെ താല്പര്യം? ഇംഗ്ലീഷ് ആയാലും ഫ്രഞ്ച് ആയാലും അറബിക്കായാലും ഒരു വിദേശ ഭാഷ കൂട്ടി വായിക്കാൻ പഠിച്ചാൽ അവനിവിടെ ജോലിയുണ്ട്, സ്ഥാനമുണ്ട്, അംഗീകാരമുണ്ട്. ആദ്യ ഭാഷയായ സംസ്കൃതം വർഷങ്ങളോളം തപം ചെയ്ത് പഠിച്ചവനെ മാനിക്കാൻ ഇവിടെ ആരുണ്ട്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. 3ാം തരം തമിഴ് മലയാളം സിനിമകളിൽ മെലോ ഡ്രാമയ്ക്ക് വേണ്ടി കാണിക്കുന്ന കോടതി രംഗങ്ങൾ ഇവിടെ ആവിഷ്കരിക്കരുത്. ഇല്ല, 1ാം തരം തീവ്രവാദികളുടെ പ്രകടനം ഈ കോടതി മുറിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മിസ്റ്റർ നമ്പൂതിരി. ഇല്ല സർ, അവരുടെ ആത്മധൈര്യമോ ശക്തിയോ എനിക്കില്ല. ഞാനൊരു പാവം ബ്രാഹ്മണനാണ്. വേണ്ടത്ര തെളിവോ തൊണ്ടി മുതലോ സാക്ഷ്യപ്പെടുത്താതെ അവരെന്നെ ശിക്ഷിച്ചു. 1 കൊല്ലം ജയിലടച്ചു. വേദത്തിന് അറിവ് എന്നാണ് അർത്ഥം. അതിൽ പൂർണ്ണത നേടുന്നവൻ നമ്പൂരേതീതി, നമ്പൂതിരി. പക്ഷെ ആ അറിവ് എനിക്കൊന്നും നേടിത്തന്നില്ല. ജീവിക്കാൻ പുതിയ അറിവാണ് ഞാൻ ഇവിടെ തേടുന്നത്. ഋഗ്, യജൂർ, സാമ, അഥർവം എല്ലാം മാറ്റിവെച്ച് കൊല്ലും കൊലയും മാർഗം നോക്കാതെ ലക്ഷ്യം നേടാൻ. എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അന്യാധീനപ്പെട്ട ഇല്ലം വീണ്ടെടുക്കണം. എന്നിട്ട് ആ മനയിൽ പഴയ പ്രതാപത്തോടെ ഐശ്വര്യത്തോടെ ഒരു ദിവസമെങ്കിലും തിരുമേനിയായി വാഴണം. അതാണ് എൻ്റെ മോഹം, എൻ്റെ സ്വപ്നം. ये लड़की कौन है? बोलो, कौन है ये लड़की? मैं उससे प्यार करता हूँ और उससे शादी करना चाहता हूँ। तुम एक भिखारी की लड़की से शादी करना चाहते हो? मेरी इज्जत का कोई ख्याल नहीं तुम्हें? शर्म नहीं आती? वो भले ही गरीब सही, पर शरीफ और इज्जतदार है। आपकी तरह खूनी और स्मगलर नहीं। क्या कहा? मैं तुम्हें जान से मार डालूंगा। मार डालिए। मेरी माँ और बहन तो आपके इसी काले धंधे के शिकार बन चुके ना, मुझे क्यों जिंदा छोड़ते हैं? मुझे भी मार डालिए। आज के बाद वो लड़की और उसका फकीर बाप बंबई में नजर नहीं आने चाहिए। കാണിച്ചത് കരീസോ പറഞ്ഞിട്ടാ? യവൻ പറഞ്ഞാലും ഇയാളെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്ത് ചെയ്യണം പട്ടി?
छोड़ो साले को। എന്താണ് ഇവിടെ ഇവിടെ മലയാളികൾക്ക് ഇവിടെ തൊഴിലില്ലടാ, ഒരൊറ്റ ഒന്നിനും വിടില്ലടാ. ഈ അസനാണ്ട പറയുന്നത് ഞമ്മളാണ്, അസനാണ്ട പറയുന്നത് ഞാനാണ് ഇവിടുത്തെ കൂട്ടും കൊണ്ട് പോടാ പട്ടി പോ അന്തർജാവ് ഓ മലയാളിയാണല്ലേ നീ പോടാ. ഇവിടെ ഒരൊറ്റ ഒന്ന് ഇനി മര്യാദയ്ക്ക് നടത്തിക്കൂടാ, പോടാ. കുരുത്തം കേട്ടോളെ, ഈ കൂത്താടി നടക്കുന്നത് ആര് കൂടിയെന്നറിയോ? ഒരു സാധാരണ മനുഷ്യരില്ല, ഒരു വലിയനാണ്. നീക്കടി അന്റെ അഹമ്മദ് ഇന്നത്തോടു കൂടി നമ്മൾ കഴിയൂല. ഒരു പറഞ്ഞും കേട്ടില്ല. എനിക്കറിയാം എല്ലാം. മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്ന കുറ്റമാണോ? മറ്റൊരു തെറ്റ് നിങ്ങളുടെ മകൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഓര് നമ്മളിവിടെ ഇരുത്തി പൊറപ്പിക്കൂല. നമ്മൾ എന്താ ചെയ്യ? പടച്ച തമ്പുരാനെ, നമ്മൾ കൊയങ്ങി. സൈനു, കരയണ്ട. എല്ലാറ്റിനും വഴിയുണ്ടാക്കാം. നിങ്ങൾ എന്ത് വഴിയുണ്ടാക്കേ? കുഞ്ഞാലിക്ക, നാട്ടിൽ എനിക്ക് 3 പെങ്ങന്മാരുണ്ട്. അവരെ പോലെ ഞാൻ സൈനുവിനെ കരുതിയിട്ടുള്ളൂ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ പെങ്ങൾ വേദനിക്കില്ല. How dare you come in front of me? ഭയന്ന് വിളിക്കുന്നവൻ നിങ്ങളുടെ ജോലിക്ക് കൊള്ളില്ലല്ലോ. नमक हराम एहसान फरामोश, I will kill you. അതിനു മുൻപ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ തോക്കിൽ നിന്ന് ഞാൻ ആദ്യമായി നിറയൊഴിച്ചത്. ആ പാപത്തിന്റെ ശമ്പളമേ ഞാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും സാബിനോട് എനിക്ക് കൂറുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ അതിനു മുൻപ് പട്ടിണി കിടന്ന് ഈ നഗരത്തിൽ അലഞ്ഞ് എന്നെ സഹായിച്ച ആ പാവം മനുഷ്യനെ മറക്കാനൊക്കോ? കാര്യമില്ലാതെ അയാളെ ഉപദ്രവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ? അതല്ലേ സാബ് നന്ദികേട്? ഉപകാരം ചെയ്ത ഒരാളെ രക്ഷിച്ചത് കുറ്റമാണെങ്കിൽ സാബിനെ എന്നെ ശിക്ഷിക്കാം. ഇതിൽ നിറയുണ്ട്. देवन, मैं उन लोगों को कभी माफ नहीं कर सकता जो मेरे इकलौते बेटे को वर्गला रहे हैं. ഒരേ കുറ്റം ചെയ്തവരിൽ സ്വന്തം മകനെ മാത്രം മാറ്റി നിർത്തി ആ പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ആളെ വിട്ടത് ശരിയാണോ സാബ്? देवन, मैं तो सिर्फ इतना चाहता हूं कि आज के बाद वो लड़की मेरे बेटे से ना मिले और ये नाटक यहीं खत्म होना चाहिए. और जिस आदमी ने तुम्हारी मदद की थी, ये रुपए ले जाकर उसे दे दो. और अगर और चाहिए तो मुझे आकर कह देना. കരീം സാഹിബേ, ഈ പണം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെന്നും അതുണ്ടാക്കാൻ എത്ര പേര് ചോരയും നീരും ഒടുക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം. എന്നെ ആധാരിക്കാനാണ് നീ ഇവിടേക്ക് വന്നത്? അല്ല, നിങ്ങൾ ആളയച്ച് ഭരിപ്പിച്ചാണ്. തളച്ചൂറിയ ചായച്ചണ്ടീന് ജയിലിക്ക് ബലയില്ലാത്തവനാണ് ഞമ്മളെങ്കിലും ഈ പണം എനിക്ക് വേണ്ട. ഇന്ന് ഓട്ട് വലിച്ചെറിഞ്ഞ മനുഷ്യൻ കയ്യിലൊരു ഓട്ടമുക്കാല് പോലും ഇല്ലാതെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? തിന്ന ചോറിന് കായ് കൊടുക്കാനില്ലാണ്ട് പീഡിയക്കാരൻ പിടിച്ചു കെട്ടിയിട്ട് തച്ചപ്പോ അന്ന് ആ കായ് കൊടുത്ത് രക്ഷിച്ചൊരു കാക്കനെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഏതോ ഒരു ഗുണ്ടയുടെ കുത്തുകൊണ്ട് മരിക്കാൻ കിടന്നപ്പോ ചോര എന്ന് രക്ഷിച്ച എന്റെ പെണ്ണുങ്ങളെ ബിയാത്തൂന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാവില്ല. 10-30 കൊല്ലം മുമ്പ് എന്റെ പെണ്ണുങ്ങൾ വെച്ച് വിളമ്പി തന്ന കഞ്ഞിയും ചോറും മറന്നാലും ഓള് പഠിപ്പിച്ചെന്ന മലയാളങ്ങളെ നാക്കിന് മുമ്പത്ത് പൂരാ കുഞ്ഞാലി. ആ കുഞ്ഞാലിനാണ് ഞാൻ. അന്ന് ലേളക്കാലത്ത് നിങ്ങൾ അന്വേഷിച്ച് വന്ന പോലീസുകാര് രാത്രിയും പകലും ഞമ്മളെ ബേറ്റിംഗ് ചെയ്ത് ചോദിച്ചപ്പോ എന്റെ ദാവമെന്നൊരു വാക്ക് വീണിരുന്നെങ്കിൽ ഇമ്മച്ചമാടി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയൂലായിരുന്നു.
നിങ്ങളിപ്പം വലിച്ചെറിഞ്ഞ എന്റെ 100 ഇരട്ടി എനിക്ക് ഉണ്ടാക്കാൻ കഴിയായിരുന്നു. കയ്യിൽ നിന്ന് സഹായം ചെയ്തിട്ടേ ഉള്ളൂ. അയ്യ എന്നെ എന്റെ മോളെ നാട് കടത്തണം നിങ്ങൾക്ക്. എന്താണ് ഞങ്ങൾ എങ്ങനെതിരായി ചെയ്തിട്ടുള്ള തെറ്റ് പറയ്. പകയും പകവീട്ടിലും കൊണ്ട് കറുത്ത് മരവിച്ച കരുവിന് സ്നേഹത്തിനും ബന്ധത്തിനും വിലയുണ്ടാവില്ല. കൊല്ലും കൊലയും നടത്തി ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും സായുവിന്റെ മനസ്സ് നിറഞ്ഞില്ലേ? ഇനി എന്റെ മോളെ മയ്യത്ത് കണ്ടാലേ നിങ്ങളെ മനസ്സ് നിറയെങ്കിൽ കൊല്ലണം തോന്നുമ്പോ ആളായിട്ടോ ഓളെയും കൂട്ടി ഞാനിങ്ങോട്ട് വരാം. ഒന്നോ എന്റെ ഒരു പഴയ ചങ്ങായിന്റെ പൂതിയല്ലേ, നടക്കട്ടെ. बेटा, मैं गलती में था. मेरी तो सारी जिंदगी नफरत, बदले और बुरे कामों में ही गुजरी. मैं इन नाजुक प्यार भरे छोटे छोटे रिश्तों को भूल गया था. मेरी आंखों पर दौलत की पट्टी बंधी थी. मुझे माफ कर दो. तुम्हारी शादी होगी, जरूर होगी. കുഞ്ഞാലിക്ക, എന്താണ് മനസ്സിലാ നിങ്ങൾ സ്വപ്നം കാണുകയാണോ? ഞമ്മക്കൊന്നും വിശ്വാസമാകുന്നില്ല അച്ഛനെ. ठीक है, अब हम चलते हैं. ആ നിക്ക് കരീം സാഹിബിനോട് പറയണോ നമ്മൾ ഇതൊക്കെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. क्या? ആ ക്യാ കൂന്നല്ല ജാ നടക്കും കുത്തനെ. വാ, എപ്പോ കല്യാണം? ആ ഇങ്ങ വാ. இந்த കല്യാണം വന്ന് நம்ம ஹோல் இல்லையா, അത് മുടിഞ്ഞ് அதுக்கப்புறம் தான். സാബിന്റെ മകൻ ആരെ കല്യാണം കഴിക്കുന്നതിലും എനിക്ക് വിരോധമില്ല. ആ തെരുവിലിട്ട് എന്നെ തല്ലിയ ദേവനോട്. नायर, मैं तुम्हें इसकी वजह बता चुका हूं ना. अब इसके बारे में बात मत करो. आज हम पुलिस के बड़े बड़े ऑफिसरों को दावत दे रहे हैं. तुम जाकर सब इंतजाम करो. അപ്പൊ നമുക്ക് വരുന്ന കൺസൈൻമെന്റിന്റെ കാര്യം? वो सब देवन देख लेगा. तुम्हें जो कहा है तुम वही करो. Thank you. We will help you in any way, but beware of that new chap, Robin Alberto. He is a stubborn officer. Don't worry, हम उसे संभाल लेंगे. Hello. Carry on. ഇവരുടെ സഹായം എപ്പോഴും ഉണ്ടാകും. പക്ഷേ ആ റോബിൻ ആൽബർട്ടോവിനെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. എവിടെ നായർ?